നീ കൂടെ വാ കളിക്കാം. അവനെയൊന്നും വിളിക്കണ്ട വേണ്ട. നീ കളിക്കാൻ അറിയാമോ? പാവൂടെ അവനെയും കൂടെ വിളിക്കാം. നമ്മള് 3 പേരില്ലേ എന്തായാലും ഉള്ളു. നിനക്ക് കളിക്കാനൊക്കെ അറിയാമോ? ചുമ്മാ എന്തിനാടാ വെറുതെ എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? അവനെ കളിക്കാനൊന്നും നടത്തില്ല, ചുമ്മാ കളിയാലും പാക്കാനാ. പാവൂടെ അവനെയും കൂടെ കളിയടാ, അവനും ആഗ്രഹവും കാണൂലേ. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കളിപ്പിച്ചു നോക്കാം. അവൻ കളിക്കുമെങ്കിൽ കളിപ്പിക്കാം. ഈ വാടാ ആന്തിട്ട് കളിക്കാം. ടിട്ടകട്ടെല്ലാം തിരിച്ചിട്ട്. എടാ നിങ്ങളല്ലേ പറഞ്ഞ നീ കളിക്കാൻ അറിയത്തില്ല, നോക്കിക്കോ 4 മൂലയിൽ ഇപ്പൊ വീട് നോക്കിക്കോ. പിരിയെ തന്നെ കേൾക്കുന്നുണ്ട്. അവൻ കളിക്കാൻ നടത്തില്ല, അവിടെ പറഞ്ഞൊക്കെ പോകണം. അപ്പഴേ പറഞ്ഞാണ് കളിപ്പിക്കേണ്ടെന്ന്. എടാ നമ്മള് കളിക്കുമ്പോഴേ എപ്പോഴും പറഞ്ഞൊക്കെ പോവാറുണ്ട്. നീ അവനെ മാത്രം കുറ്റമൊന്നും പറയണ്ട. അല്ലാതെ അവന് കളിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ. കണ്ടാടാ അടിച്ചത്? കണ്ട, ഇത് വേണം കളിക്കാൻ, അല്ലാതെ ചുമ്മാ അങ്ങനെ അടിച്ച് പറിച്ചാ പോരാ. ശരി. ഞാൻ പണ്ട ബ്ലാക്ക് ഓയിൻ അവിടെ എടുത്തിട്ട് ഈ സ്ട്രൈക്കർ ഇട്ട് കളിയുന്ന. ശരി. അടുത്തിരുന്നിട്ട് അടിച്ചിട്ടും കുഴിയിൽ വീണില്ലല്ലോടാ. മണ്ടൻ, ഇങ്ങനെയൊക്കെയാണോടാ കളിക്കുന്നേ? എടാ നമ്മളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നാടാ. അവൻ കളി പഠിച്ചു വരുന്നല്ലേ ഉള്ളു. കളിയാക്കായി നീ. കുഴപ്പമില്ലടാ, നീയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു. കുമാരൊക്കെ എന്നെ എന്തുവേണമെങ്കിലും പറയട്ടെ, ഞാൻ പോകണ്ടാ, കളിക്കുന്നില്ല ഞാൻ. നിനക്ക് അവൻ ആരാന്നറിയാവോ? അവന് നാട്ടിൽ കളിച്ചിട്ട് അവൻ സ്റ്റേറ്റ് വരെ പോയ വന്നാണ്. അവനാണ് നീ കളിയാക്കുന്നത്. നീ വന്ന് കളിച്ചാണ്. ഈ സ്ട്രൈക്കർ ഒരു പിടിക്കാറിയവൻ ഇപ്പൊ തന്നെ സ്റ്റേറ്റില്. ഗോപു പറയില്ലത്. കളിച്ചു കാണിച്ചോറാ. നിർത്തടാ, നമുക്കൂടെ കളിക്കണം. പകുതി കട്ട തീർത്ത് അതിനിടയ്ക്ക് 2 ഫിനിഷ് ചെയ്താ. നീ ഉറുമ്പിനെ കുത്തി നോവിച്ചു വിട്ടത് കണ്ടാളാ അവന്റെ കഴിവ്. നീ ഒരു ഉറുമ്പിനെ നോവിച്ചു വിട്ടത്. നീ സ്റ്റേറ്റ് പോയെന്നല്ലേ പറഞ്ഞത്? മിക്കവാറും സ്റ്റേറ്റിൽ തെറിച്ചു പോയ കട്ട പറക്കാൻ നിന്നായിരിക്കും അവൻ. ഇങ്ങനെ മനസ്സിലായി.